4:30 to 7 ഈ ടൈമിങ്ങിനാണ്. പിന്നെ മാർച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഡേ വരുള്ളൂ. നിങ്ങളുടെ സ്കൂളിലെ ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ഫുൾ ഡേ ഇങ്ങടേക്ക് മാറ്റുന്ന രീതിയിൽ വരുന്നത്. അപ്പോഴേക്കും പിന്നെ സെക്കൻഡ് സ്റ്റേഷൻ ഫ്രീ ആയി. പിന്നെ കീമിന് ഫുൾ ഡേ ഇങ്ങോടേക്ക് വരും ഈ മാസം. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വെള്ളം കയറലോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ബന്ധുക്കാരിൽ ആരെങ്കിലും വയനാടോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു? ഇല്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മള് തൃശ്ശൂർ ജില്ലക്കാരും സീറ്റൊന്നും അല്ല. നമ്മള് ഗ്യാഗിൽ റിപ്പോർട്ടിന്റെ ഇത് കണ്ടോ? ഇതൊക്കെ ഒരു 8 വർഷം മുന്നേ വന്ന റിപ്പോർട്ടാണ്. പലരും ഇങ്ങനെ വെള്ളപ്പൊക്കം ഫ്ലഡ് എന്ന് കേൾക്കുമ്പോഴാണ് ഇതൊക്കെ ഇന്ന് ഇതാക്കുക. നമുക്കിപ്പോ ചെയ്യ കിട്ടിയാൽ ആദ്യം നമുക്ക് ജീവൻ മണ്ണ് കിട്ടിയിട്ട് കാര്യം. ശരിക്കും പറഞ്ഞ ഞാനൊരു 1-2 ദിവസം ഇതിന്റെ പല വീഡിയോസ് കേട്ടോ, ഇതിന്റെ ഒരു തീവ്രം എന്താ അല്ലെങ്കിൽ റിയാലിറ്റി എന്താന്ന് അറിയാനായിട്ട് ആക്കിയപ്പോ പിന്നെ ഭയങ്കര മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തിനാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ എന്തിനാ പഠിക്കുന്നത് എങ്ങനെയൊക്കെ ഇങ്ങോട്ട് തോന്നി തുടങ്ങി. ആദ്യം നമുക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തി. അത് നമ്മള് ചിന്തിച്ചു കൂട്ടുമ്പോട്ടോ, ഒരുപാട് ചിന്തിക്കുമ്പോ, അതായത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ ഉള്ളടക്കം അറിയും. ഒരു കണ്ടന്റ് മാത്രം അങ്ങനെ 5 മിനിറ്റ് എടുക്കും പറയാം. അതായത് ഈ കേരളത്തെ 3 സോണായിട്ട് തിരിച്ചിരിക്കുക. ഏറ്റവും ഡേഞ്ചറസ് സോൺ, പിന്നെ ഒരു മിഡ് സോൺ, പിന്നെ നാച്ചുറൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇതില് കേരളത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഡേഞ്ചറസ് സോൺ. അതായത് വെസ്റ്റേൺ ഗഡ്സിനെ പല രീതിയിൽ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞു. തുരങ്കങ്ങളായാലും ക്വാറികളാണെങ്കിലും, അതായത് നമ്മളുടെ ഇവിടെയുള്ള പാറക്കെട്ടുകളായാലും മലനിരകളായാലും എന്തായാലും അതിനെ അതേപടി കീപ്പ് ചെയ്യണം. ഒരു കെട്ടിടം പോലും പരിസ്ഥിതി ലോല പ്രദേശത്ത്, അതായത് എൻവയോൺമെന്റിൽ ഏറ്റവും വീക്കായ ഏരിയാസില് കെട്ടരുത് എന്നുള്ളതാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഭയങ്കര സ്ട്രോങ് ആയി പറയുന്നതാണ് എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ കെട്ടാൻ അങ്ങനെ ഈ കെട്ടുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കെട്ടിയിരുന്ന വീടുകളിലെ മണ്ണോണ്ടും അല്ലെ വുഡോണ്ടും അങ്ങനെ പരിസ്ഥിതിയോട് എൻവയോൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയില് അല്ലാതെ കോൺക്രീറ്റ് ബിൽഡിംഗ് വലിയ വലിയ നിലകള് ഇതൊന്നും പാടില്ല. ഒരു രീതിയിലും മണ്ണ് മാന്തി അപ്പുറത്തേക്കിട്ടും ഇപ്പുറത്തേക്കിട്ടും ഒക്കെ ഈ രീതിയിലുള്ള ഒരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്നുള്ളത്. അപ്പൊ ഈ ഏത് ഫ്ലഡ് ആണെങ്കിലും ഇത് മനുഷ്യ നിർമ്മിതം തന്നെയാണ്. പലപ്പോഴും ശരിക്കും ഇത്രയും ഡീറ്റെയിൽ ആയി സയന്റിഫിക് ആയ റിപ്പോർട്ട് 8 വർഷം മുന്നേ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ പൂർത്തി വെച്ചു എന്നുള്ളതാണ്. 4 വർഷം അനക്കില്ല. ഒരുപാട് പേര് മറ്റേ റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിൽ അതുവഴി പരാതി ഇപ്പൊ കൊടുത്തിട്ടാണ് ഇത് റിലീസ് ചെയ്ത് പുറത്തേക്ക് വന്നത്. പക്ഷെ അത് ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത്രയും സയന്റിഫിക് ആയ റിപ്പോർട്ട്. പിന്നെ ഓരോന്നിനും റീസൺസ് പറയട്ടെ, എന്തുകൊണ്ട്, എന്ത് പാടില്ല, എന്ത് ആക്കാം എന്നുള്ളത്. മരങ്ങളായാലും കെട്ടിടം അതൊക്കെ അതേപടി തന്നെ കീപ്പ് ചെയ്യുക. ഒരു രീതിയിലുള്ള ചേഞ്ചസും വരാൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ പേടിക്കണ്ട. ചിലപ്പോ നമ്മളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നതായിരിക്കും. കാരണം ഇതൊന്നും നിന്നിട്ടില്ലേ. ഇതിന്റെ ഫ്രീക്വൻസി ഇപ്പൊ ഫ്ലഡ് സംഭവിക്കുന്നതിന്റെ ഫ്രീക്വൻസി ഇത് കൂടും, ഇതിന്റെ ആഘാതം കൂടും. ഇപ്പോ ഫ്ലഡ് ഒരു ഭാഗത്ത് സംഭവിച്ചാലേ അവിടുന്ന് വേറൊരു ഭാഗത്തേക്ക് ആൾക്കാരെ മാറ്റാനും അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ഥലം ഉണ്ടായി. ഇനി അതിൽ ഒന്നും പറ്റില്ല. പല ഭാഗത്ത് ഫ്ലഡ് ആയിട്ട് ഓക്കെ, ഒരുപാട് ഉരുൾപൊട്ടലായി മറ്റേ ടൈപ്പ്. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി വളരെ കൂടും. അങ്ങനെ ഫൈനലി കേരളം എത്തിപ്പെടാൻ പോകുന്നത് തീരെ നമുക്ക് താമസിക്കാൻ ജീവിക്കാൻ പറ്റാത്ത താമസയോഗ്യമായ ഒരു സ്ഥലവും കേരളത്തിൽ ഉണ്ടാകും. ഈ രീതിയിൽ മാറും എന്നുള്ളതാണ് ഫൈനലി എന്റേതായി. അത് ഇന്ത്യയിൽ തന്നെ വെസ്റ്റേൺ വിട്ട് വരുന്ന ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. കേരളം മെയിൻ ഒരു ഒരുപാട്, കാരണം കേരളത്തിലെ കടലിനോട് ചേർന്ന് കിടക്കുന്ന കുറെ പ്രദേശങ്ങള്, ഈ കുന്നും മലര്, കേരളത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി തന്നെ അതായിട്ടാണ് പിക്ചർ ചെയ്യുന്നത്. ഏറ്റവും ശാപവും അത് തന്നെയാണ്. ഒരുപാട് കുന്നുകളും മലകളും പുഴകളും ഒക്കെ. എത്ര ഡാംസ്, ഇത്രയും ചെറിയൊരു സ്റ്റേറ്റില് എത്ര ഡാം, നമുക്ക് എത്ര ഡാം ഉണ്ട്?
തൃശ്ശൂർ അങ്ങനെ 84 എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇപ്പൊ തൃശ്ശൂര് തന്നെ പീച്ചി, ചിമ്മിനി അല്ലെ, വാഴാനി ഡാം, ഡാം, മലയൊക്കെ പിന്നെ ചെറിയ തോട് പോലെയാണ്. പിന്നെ അങ്ങനെ ബീച്ചൊക്കെ ഭയങ്കര വളരെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ടാണ്. ഈ ഡാം, എന്റെ വീട് ഡാമിന്റെ അടുത്തല്ല, മലനിരകളുടെ അടുത്തൊന്നും പറഞ്ഞൊന്നും കാര്യമില്ല കേട്ടോ. ഡാം ഇരമ്പയ്യാർ ഡാം മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ 3 ജില്ല. തൃശ്ശൂർ അങ്ങനെയാണ് കാര്യങ്ങള്. യെസ്, ടീച്ചറൊന്നും എടുക്കണില്ല, സംസാരിച്ചിരിക്കുക. യെസ് ഋഷികേഷ്, ഋഷികേഷ് എന്തെങ്കിലും പറയുന്നുണ്ടോ? വരൂ. As we discussed what? Magnetism and Earth's magnetism. North pole, geographic north, geographic south. അതോ ഈ സബ്ജക്ട് മാത്രമല്ല എല്ലാം കൂട്ടി സയൻസ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല എടുക്കാൻ ചാൻസ് ഉള്ളൂ. അതിന്റെ 75 അതിനാണ് പെർസെന്റേജ് എന്നാ തോന്നുന്നത്. ഈ ഇംഗ്ലീഷിൽ എന്താ പ്രശ്നം? ഇംഗ്ലീഷൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആൾക്കാർക്കൊക്കെ പുഷ്പം പോലെ കിട്ടും. Yes, we completed this diagram. The axis which is passing through the geographic north and south pole of the Earth, this axis is known as geographic axis. Geographic axis. And this axis, magnetic axis. Magnetic axis of Earth. The plane, look at this, perpendicular to the geographic axis. This is known as geographic equator. Geographic equator. Geographic equator.
and the equator perpendicular to magnetic axis. Magnetic axis. This is known as magnetic equator. Magnetic equator. And last we discussed geographic meridian and magnetic meridian. Okay. ഇതൊരു നമ്മളുടെ ഒരു ഇമാജിൻ ചെയ്തെടുക്കുന്ന പ്ലെയിൻ ആണ് ഇതെല്ലാം തന്നെ. What is geographic meridian? What is geographic meridian? Last we discussed that. Geographic meridian, it is a vertical plane passing through geographic axis. Vertical plane passing through geographic axis including our point. Geographic meridian from any point of earth we can imagine this plane, okay, including our point. Magnetic meridian, what is magnetic meridian? It is the vertical plane passing through the magnetic axis including our location point. Okay, at any point on earth we can imagine that meridian plane, both the geographic and magnetic. There is an angle between this magnetic axis and geographic axis. There is an angle between these two axes. That's why you can imagine these two planes at any point on earth. Okay, always there may be an inclination between these two planes. Yes. Then next write corresponding elements, magnetic elements of air. Magnetic elements. Magnetic elements of air. For what we define magnetic elements? For what we define magnetic elements? Any idea? നമ്മൾ എന്തിനാണ് ഈ രീതിയിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ അസംഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ എലമെന്റ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തിനാണ്? By defining these quantities, magnetic elements, we can define earth field. അവിടെ അയാളൊന്ന് നീക്കിയ പേര് അതുൽ അല്ലേ? അജയ് നീക്കിയ, അജയ് ഇവിടെ വന്നിരിക്കെ. Fast. By defining these elements, we can find out Earth's magnetic field at each and every point in field, Earth's field, and also we can find out the direction. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല ഉപകരണങ്ങളും ഉണ്ട്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, അതിനെ ഡെൽറ്റ എന്നുള്ള ടേം ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. രണ്ട്, മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. അതിനെയാണ് ഡിപ്പ് എന്ന് പറയുക, ആംഗിൾ ഓഫ് ഡിപ്പ്. നിങ്ങൾ പല ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ ഈ ടേംസുകൾ കണ്ടിട്ടുണ്ടാവും. ഡിപ്പ്, ആംഗിൾ ഓഫ് ഡിപ്പ്, ഇൻക്ലിനേഷൻ. മൂന്ന്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് ഫീൽഡ്, BH. നമ്മൾ പറയുന്ന BH എന്നുള്ളത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് ഫീൽഡ്. അത് ഇനി പോയിന്റ് സ്പേസ്, അറ്റ് സ്പേസ് we can define field by defining these elements. Magnetic field in it is a vector quantity, magnitude ഉണ്ട്, direction ഉണ്ട്, and that strength varies from point to point. Okay, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ Earth's field at this point along that direction, we can resolve that field into components. Depends on the direction of field, we can resolve that into components. It have a vertical component and horizontal component. Okay, by defining these components and these elements, we can define that magnetic field. By magnetic elements എന്തിനാണെന്ന് ചോദിച്ചാൽ, for what we define these elements? For defining magnetic field. Okay, we can find out the strength of field and direction of magnetic field at any point in space by defining these elements. Yes, this is our first point. The Earth's magnetic field. The Earth's magnetic field. Earth's magnetic field. At a place, past magnetic meridian വരെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
Earth's magnetic field at a place is completely described with the help of three parameters. With the help of three parameters. Right, one, magnetic declination. This here I denoted using the letter theta. Magnetic declination, theta. For measuring this declination at a place, we use an instrument. The instrument is Q magnetometer. Just you write this. That instrument Q magnetometer. What is declination? നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമുക്ക് ഏത് എർത്ത് പോയിന്റിൽ നിന്നുകൊണ്ടും മാഗ്നറ്റിക് മെറിഡിയൻ, ജിയോഗ്രാഫിക് മെറിഡിയൻ ഇമാജിൻ ചെയ്യാം. ഓക്കെ, it is a magnetic meridian. It is a vertical plane passing through the magnetic axis, including our field point. Geographic meridian is a vertical plane passing through the geographic axis, including our field point. From any earth point, you can imagine these two planes. What is magnetic declination at a place? It is the angle between magnetic meridian and geographic meridian at that place. Okay. അപ്പോൾ എല്ലാ പ്ലേസും നമ്മൾ ഈ ഇമാജിൻ ചെയ്ത ഈ മാഗ്നറ്റിക് മെറിഡിയനും ജിയോഗ്രാഫിക് മെറിഡിയനും തമ്മിലുള്ള ഈ ആംഗിൾ എന്നുള്ളത് കോൺസ്റ്റന്റ് അല്ല. From place to place, that value may change. Depends on the orientation or our position point. Yes, magnetic axis അനുസരിച്ച് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ജിയോഗ്രാഫിക് ആക്സിസ് ഫ്രം അതിനനുസരിച്ച് നമ്മളുടെ പോയിന്റ് എവിടെയാണ്, അതിനനുസരിച്ച് the plane, that angle between these two planes differ. It varies from place to place. Ready? Declination varies from place to place. So what is the declination? It is the angle between magnetic meridian and geographic meridian at that place. Right. It is the angle between magnetic meridian and geographic meridian at that place. Then next element, this element very important, very important, magnetic inclination. Delta. This is known as angle of dip. At that place, magnetic inclination or dip at that place. What is dip? Simply we can say, what is dip? It's the angle between B and H. അപ്പൊ ഏത് രീതിയിലാണ് നമ്മള് BH പറയുക? ഇതറിയണം. നിങ്ങൾക്കറിയാം, നമുക്ക് ഏത് എർത്ത് പോയിന്റിൽ നിന്നുകൊണ്ട് മാഗ്നറ്റിക് മെറിഡിയൻ, ജിയോഗ്രാഫിക് മെറിഡിയൻ ഇമാജിൻ ചെയ്യും അല്ലെ? അപ്പൊ അവിടെ BH എന്ന് പറഞ്ഞാൽ BH horizontal component of earth speed. It is directed towards the north. The magnetic north, and it directed along the magnetic meridian. Magnetic meridianിലൂടെയാണ് ബിയുടെ horizontal component എടുക്കുന്നത്. Magnetic meridianിലൂടെയാണ്. For example, listen. At a particular point on Earth, look, the alignment of magnetic needle. Here I draw like this. The direction of magnetic field. The points like this. That direction of field. Here I marked along this direction. Field at this point along this direction. And here I drew that this
magnetic meridian plane, magnetic meridian, this magnetic meridian, and corresponding geographic meridian, including that field point. Okay, this is our field point. Yes, a geographic meridian. There is some angle between these two planes, and place to place that angle different. Yes, we can draw corresponding geographic meridian. ഒരു ബുക്കിന്റെ 2 പേജ് അല്ലെ ഇങ്ങനെ നിൽക്കുന്ന പോലെ നിങ്ങൾ വരയ്ക്കും. നിങ്ങൾക്കറിയാം നമ്മൾ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത്, മാഗ്നറ്റിക് ആക്സിസിലൂടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിൻ ആണ് എന്ത്, മാഗ്നറ്റിക് മെറിഡിയൻ. ദിസ് മാഗ്നറ്റിക് മെറിഡിയൻ നമ്മൾ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത് ആ പോയിന്റ് ഉൾപ്പെടുന്ന രീതിയിൽ ജിയോഗ്രാഫിക് ആക്സിസിലൂടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിൻ ആണ് എന്ത്, ജിയോഗ്രാഫിക് മെറിഡിയൻ. But this the magnetic meridian, magnetic meridian. And this geographic meridian, geographic meridian. Angle between these two, angle between magnetic meridian and geographic meridian, this angle is known as declination theta. This angle declination theta. Look here, magnetic field at this point ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. Okay, you can resolve this field into components. The horizontal component of field along the magnetic meridian field, component of B along this beach, this the horizontal component of, at any point on earth you can imagine this plane and you can resolve that field into components this way. This the horizontal component BH, horizontal component of Earth's field at that place, place to place that value different. Angle between these two, angle between B and BH, angle between B and BH, this known as inclination, delta. Angle between B and BH. BH നമ്മൾ ഏത് രീതിയിലാണ് എടുക്കേണ്ടത്, along the magnetic meridian, Angle between B and BH at a place, this known as inclination at that place, and the vertical component of this, vertical component of that B. This is the vertical component BV from this right angle delta. You can write this component BH equals this which component? ഏത് component? ഇതല്ലേ delta. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന component ഏതാ? Cos. BH equals B cos delta. BH equals B cos delta. Ready? BH equals B cos delta. Equation number 1. And what about BV? B sin delta. Sin delta. Write in sentence. The angle between B and BH. Is called angle between B and BH is called dip at that place. Its value will be different. At a different place. Its value will be different at a different place. It can be measured by using, ചിലപ്പോൾ നിങ്ങളുടെ ലാബിലൊക്കെ കാണും കേട്ടോ. It
can be measured by using. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് പേര് കേൾക്കുമ്പോൾ പറയാം. ഡിപ് സർക്കിൾ കണ്ടിട്ടുണ്ടോ? ഡിപ് സർക്കിൾ മാഗ്നറ്റിക് നീഡിൽ എന്തായാലും ഉണ്ടാവും. It can be measured by using dip circle. It can be measured by using dip circle. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ സർക്കുലാർ സ്കെയിലാണ്. വെർട്ടിക്കൽ സർക്കുലാർ സ്കെയിലാണ്. സെന്ററിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ പോയിന്റില് എർത്ത് ഫീൽഡ് എങ്ങനെയാണ് അതിനനുസരിച്ച് ആ നീഡിൽ അലൈൻ ചെയ്യും. അതാണ് ഇപ്പൊ കറക്റ്റ്. ഇപ്പൊ നോർത്ത് പോളിലാണ്, എർത്തിന്റെ നോർത്ത് പോൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സൗത്ത് ഈ റീജിയനിലാണ്, അതായത് പോൾസിലാണ് എങ്കിൽ എങ്ങനെ അലൈൻ ചെയ്യും, ആണെങ്കിൽ എങ്ങനെ അലൈൻ ചെയ്യും. ഇതെല്ലാം നമുക്ക് പറയാം. ഡിപ് സർക്കിൾ, ഡിപ് സർക്കിൾ declination at a place we measured using Q magnetometer. So what is dip? What is declination? What is declination? Angle between magnetic meridian and geographic meridian at a place. Inclination, angle between B and BH at a place. It varies from place to place. Dip we measured using dip circle. Dip circle. Yes. Using this, look. Here we define BH. Here we define delta. And we define theta. Using this, we can express the total value of field at a place. Look, B equals the total field B in magnitude. B equals square root of, like squaring and adding chila pore. Equation number 1 and 2, squaring and adding. A step of 1 square plus 2 square implies BH square plus BV square equals B square. B square cos square delta, B square cos square delta plus B square sin square delta, BH square plus BV square, BV square. This equals B square. B square into sin square delta plus cos square delta. Sin square delta plus cos square delta. And this value 1. BH square plus BV square equals B square. From this B, you can write that B equals square root of BV square, BV square plus BH square. But ഡെൽറ്റയിലൂടെ നമുക്ക് ബിയുടെ ഒരു അലൈൻമെന്റ് പറയും അല്ലെ, ഏത് ഡയറക്ഷനിലാണ് ഓറിയന്റ് ചെയ്യുന്നത് ബി, ഏതൊരു പോയിന്റിലും ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ, that direction given by delta, because we can locate the magnetic meridian and BH along magnetic meridian plane. Yes, so we can using that delta value we can find out the direction. And in terms of BV and BH you can express its magnitude also. Okay, the magnitude of field at any point square root of BV square plus BH square. What is BH? B cos delta. What is BV? B sin delta. Now what is delta? Inclination at that place. Inclination at that place. Yes. Here, എപ്പോഴും ഇതിനോട് കണക്റ്റഡ് ആയി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഇതൊക്കെ പഴയ NCERT-യിൽ ഉള്ളതായിരുന്നു, നിങ്ങൾക്ക് പഠിക്കേണ്ട സ്കൂൾ ലെവലിൽ തന്നെ പഠിക്കേണ്ട ഭാഗങ്ങളായിരുന്നു. ഇപ്പോഴാണ് അത് ഡിലീറ്റഡ് പാർട്ടിലേക്ക് വന്നത്. ഇതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് ചേർക്കാനുള്ള ഒരു എൻട്രൻസ് പോയിന്റ് നമ്മൾ എപ്പോഴും ഡിപ്പ് പറയാ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് മാഗ്നറ്റിക് മെറിഡിയൻ, അതായത് BH, the component of BH, that BH we place along magnetic meridian. Okay, magnetic meridian. അവിടെ ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ നിങ്ങള് ടാർഗറ്റിലെ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം അപ്പാരന്റ് ഈ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡിപ്പ് ഇതാണ് ട്രൂ ഡിപ്പ്, ആക്ച്വൽ. Okay, dip at a place. This is the angle between B and BH at that place. This is true dip. Sometimes
sometimes they frame question in a different way. They dip at a place with respect to another plane, another vertical plane, and that plane makes an angle theta with the magnetic meridian plane. അത് ജിയോഗ്രാഫിക്കൽ ആണോ ഞാൻ പറയുന്ന പ്ലെയിൻ എന്നുള്ളത് ഏതോ ഒരു ആർബിട്രറി പ്ലെയിൻ. ഓക്കെ, ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ വരുന്ന രൂപ പറയുന്നത് they dip at a place with respect to another plane, that plane makes an angle theta with the magnetic meridian plane. അവിടെ നമ്മൾ BH നമ്മൾ പറയാ മാഗ്നറ്റിക് മെറിഡിയൻ പ്ലെയിനിലാണ്. BHന്റെ ആ പ്ലെയിനോട് ഉള്ള അല്ലെങ്കിൽ ആ ഡയറക്ഷനിൽ വരുന്ന BHന്റെ കമ്പോണന്റ് എടുക്കണം. ഈ രീതിയിൽ വേണം ആ ഡിപ്പിനെ ഡിഫൈൻ ചെയ്യാനായിട്ട്. ഞാൻ ഒന്നും കൂടെ പറയാം. യെസ്, റൈറ്റ് ദി ഹെഡിങ് apparent dip. This entrance point apparent dip, apparent angle of dip, apparent angle of dip. Right this way, the same line, right? Dip at a place, dip at a place, dip at a place with respect to another plane, with respect to another plane, dip at a place with respect to another plane, that plane makes an angle, that plane makes an angle, that plane makes an angle